നമസ്കാരം, എൻ്റെ പേര് വരദരാജ്. ഞാൻ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ പർച്ചേസ് ജനറൽ മാനേജറാണ്. ഡ്യൂ ഡയമണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളും റീഗലും ഡ്യൂ ഡയമണ്ട്സുമായിട്ട് ഒരു 6 വർഷത്തെ മോർ ദാൻ 6 ഇയേഴ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പോൾ അവരുടെ പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റിയും അതൊക്കെ അവർ എടുത്തു പറയേണ്ട ഒരു ഫാക്ടേഴ്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു ഫാക്ടറി തൃശ്ശൂരത്തെ അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് അഭിമാനം തോന്നിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡയമണ്ട് മാനുഫാക്ചറിംഗ് രംഗത്ത് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു അതിപ്രാവീണ്യമുള്ള ഒരു മേഖലയിൽ ഒരുപാട് എംപ്ലോയീസും അതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള മെഷീനറീസും മോസ്റ്റ് മോഡേൺ ടെക്നിക്സും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ഒരു മേഖലയിൽ വളരെ ഒരു റെവല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് നല്ല വെറൈറ്റി ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ ജനറിക് പ്രൊഡക്റ്റുകളും ഈ ഡയമണ്ടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് സെലക്ഷൻസിന് വരുമ്പോൾ ഡ്യൂ ഡയമണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അത്രയും വളരെ നല്ല പ്രൊഡക്റ്റുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മുടെ സെയിൽസിലും അതൊരു ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഏജിങ് ഫിഗർ ആണ്. നമുക്കറിയാലോ, ഡയമണ്ട്സിൽ നമുക്ക് ഏജിങ് ഫിഗർ എന്ന് പറയുന്നത് നമുക്ക് അത് ഒരുപാട് ഏജിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേർഡൻ ആവും. പക്ഷേ നമുക്ക് ഡ്യൂ ഡയമണ്ട്സിൻ്റെ ആ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് എടുക്കുമ്പോൾ അങ്ങനെ യാതൊരുവിധ കൺഫ്യൂഷൻസും ഇല്ല. അവർ മാർക്കറ്റ് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻസ് ആയാലും ഡിസൈനിലെ സെഗ്മെൻറ്റേഷൻസ് ആയാലും വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇനി ഒരുപാടുള്ള വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ഡ്യൂ ഡയമണ്ട്സിൻ്റെ ഒപ്പം തന്നെ റീഗലും ഉണ്ടാവും. ബിക്കോസ് ഓഫ് ദെയർ പ്രൊഡക്ടിവിറ്റി, ദെയർ സ്റ്റാഫിൻ്റെ ഡീലിങ്സ്, അതുപോലെ തന്നെ അവരുടെ മാനേജിങ് ഡയറക്ടർ ഡാനിയുടെ അപ്രോച്ച്, അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഡ്യൂ ഡയമണ്ട്സിന് ഇനിയുള്ള വരും കാലങ്ങളിലേക്ക് പോകാനായിട്ട് റീഗൽ ജ്വല്ലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ആശംസകളും നേരുന്നു.